ിലേക്ക് വേഗത്തിൽ തിരിയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ കുറവ് കൊണ്ട് ഞാൻ ഇച്ചിരിയുടെ ബോൾഡായിട്ട് ബൈബിൾ വായിക്കാൻ വേണ്ടി സൂം ചെയ്ത് വായിക്കാൻ വേണ്ടി ഈ സിസ്റ്റമൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത് ദയവായി ക്ഷമിക്കണം. അതുപോലെ തന്നെ എൻ്റെ ശ്വാസകോശത്തിൻ്റെ ബലഹീനത കൊണ്ട് 80 വയസ്സിനാവശ്യമുള്ള ആരോഗ്യം എനിക്കുണ്ട്. എന്നാൽ അത് പോരാ, ഒരു നോർമൽ മൈക്ക് ചലിപ്പിക്കുവാൻ അത് പോരാ. അതുകൊണ്ട് ഈ സ്പെഷ്യൽ മൈക്ക് ഉപയോഗിക്കുന്നതും ദയവായി ക്ഷമിക്കണം എന്നപേക്ഷിക്കുന്നു. അതോറിറ്റിയെക്കുറിച്ച്, ഡിവൈൻ അതോറിറ്റിയെക്കുറിച്ച്, ദൈവമേൽപ്പിച്ച ദൈവിക അധികാരത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനായി ആഗ്രഹിക്കുന്നു. ഒന്ന് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യമാണ്. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ദ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് ക്രിസ്ത്യാനികൾ പൊതുവെ വിളിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അന്തിമമായ അധികാര കൈമാറ്റത്തെ കുറിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. യേശു ഈ ഭൂമിയിൽ ജീവിച്ചു, തൻ്റെ അധികാരങ്ങൾ തെളിയിച്ചു. ഞാനതിനെക്കുറിച്ച് പറഞ്ഞോളാം. അതിനുശേഷം യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തൻ്റെ 12 ശിഷ്യന്മാർ തൻ്റെ അടുക്കൽ ചെല്ലുവാൻ ആവശ്യപ്പെട്ടു. ഒരുവൻ നേരത്തെ തെറ്റി, യൂദ മാറി. 11 ശിഷ്യന്മാർ യേശുവിനെ കാണേണ്ടതിന്, യേശുവിൻ്റെ സ്വർഗാരോഹണം ദർശിക്കേണ്ടതിനായി ഒലിവ് മലയിലേക്ക് പുറപ്പെട്ടു. യേശു അടുത്തു വരുമ്പോഴും ചിലർ സംശയിച്ചു. ആ വന്ന കൂട്ടത്തിൽ പോലും ആളുകൾക്ക് യേശുവിനെ നന്നായി വിശ്വസിക്കുവാൻ കഴിയാതെ അവിശ്വാസത്തിൻ്റെ വല്ലാത്ത ഒരു ഇരുണ്ട മണ്ഡലം അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. പക്ഷേ വിശ്വസിച്ചവരെയും അവിശ്വസിച്ചവരെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് യേശു തിരഞ്ഞെടുക്കപ്പെട്ടവരെ കണ്ട് അവരോട് അടുത്തു വന്നു. എന്നിട്ട് അവരോട് യേശു ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞു. ഒന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 2, ആകയാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അധികാരം ഉള്ളതിനാൽ ഞാൻ അധികാരം ചുമതല നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുകയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവരെ ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്, കേവലം യേശുവിൽ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, ഞാൻ കൽപ്പിച്ച സകലതും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിക്കൊള്ളുക. ലോകം അവസാനിക്കും, അതുവരെ എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. നിങ്ങളുടെ ഒരു തലമുറ പോയി വേറൊരു തലമുറ വന്നെന്ന് വരാം, പക്ഷെ ഞാൻ മാറത്തില്ല. ലോകാവസാനം വരെ ഞാനുണ്ട്. പലതും നിങ്ങളിൽ തന്നെ ചിലരും നീങ്ങിപ്പോയി, പക്ഷേ ഞാൻ നീങ്ങത്തില്ല. ഞാൻ അനാദിയായും ശാശ്വതമായുമുള്ളവനാണ്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഒടുവിലത്തെ ആഴ്ചയിൽ, കഷ്ടാനുഭവയാഴ്ച എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒടുവിലത്തെ ആഴ്ചയിൽ, കഷ്ടാനുഭവയാഴ്ചയിൽ യേശു യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതും അവകാശത്തെ ചോദ്യം ചെയ്യുന്നതും, അധികാരം എന്നതിനേക്കാൾ ഉപരി അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് പറഞ്ഞു. അത് യേശു ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു യജമാനന് ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ഒരു കൂട്ടം കുടിയാന്മാരെ വിളിച്ച് അതിൽ താമസിക്കുവാൻ, ജോലി ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. സമയമായപ്പോൾ തൻ്റെ ഓഹരി ലഭിക്കേണ്ടതിന് കുടിയന്മാരുടെ അടുക്കൽ ഓഹരി വാങ്ങിക്കൊണ്ടുവരുവാൻ ദാസന്മാരെ അയച്ചു. ഈ കുടിയന്മാരോ ആ ദാസന്മാരെ അനുസരിച്ചില്ല, അവരെ ബഹുമാനിച്ചില്ല. പകരം അവരെ പള്ളു പറയുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു. യജമാനൻ വേറൊരു കൂട്ടം കുടിയന്മാരെ അയച്ചു, ദാസന്മാരെ അയച്ചു. അവരെയും അവഹേളിച്ചു. അവസാനം താൻ പറഞ്ഞ് എൻ്റെ സ്വന്തം മകനെ അയക്കാൻ പോകുകയാണ്. ആ അയക്കപ്പെട്ട മകനായിരുന്നു യേശു. ആ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഗ്രൂപ്പായിരുന്നു അബ്രഹാമിൻ്റെ മക്കളായ ഇസ്രായേല്യർ. അവർ പിടിച്ചു, അവനെ കുരിശിച്ചു, അഥവാ അവനെ ഉപദ്രവിച്ചു, അവനെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് യജമാനൻ തോട്ടത്തിൻ്റെ മേലുള്ള അവകാശം വിട്ടില്ല. അവൻ വല്ലാത്ത ആളുകളെ അയച്ച് അവരെ നിഗ്രഹിച്ചു കളയും എന്നിത്യാദികൾ യേശു പറഞ്ഞു. തോട്ടം തൻ്റെ പിതാവിൻ്റെ വകയാണെന്നും സകല അധികാരവും തൻ്റെ പിതാവിൻ്റേതാണെന്നും
ഈ തോട്ടത്തിൻ്റെ നന്മ വാങ്ങേണ്ടതിന് വേണ്ടി, തൻ്റെ ഭാഗം ലഭിക്കേണ്ടതിന് വേണ്ടി പല പ്രവാചകന്മാരെയും കർത്താവിൻ്റെ ദാസന്മാരെയും അയച്ചെങ്കിലും നിയമിക്കപ്പെട്ട കുടിയന്മാരെന്നറിയപ്പെട്ടിരുന്ന യഹൂദന്മാർ അവരെ തിരസ്കരിച്ചു കളഞ്ഞു, അവരെ ചവിട്ടി എറിഞ്ഞു കളഞ്ഞു. അവസാനം തൻ്റെ പുത്രനെ തന്നെ അയക്കുവാൻ പിതാവ് തീരുമാനിക്കുകയും തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ അയക്കുകയും അവരോ അവനെ കൊല്ലുകയും ചെയ്തു എന്ന് പറയുന്ന ഭാഗമാണ് യേശു വിശദീകരിച്ചത്. ആ കുടിയന്മാരെ നിഗ്രഹിച്ച ശേഷം മറ്റു കുടിയന്മാരെ ഏൽപ്പിക്കുന്ന സൂചനയും അതിനകത്തുണ്ട്. കേവലം സൂചന യേശുവിൻ്റെ വാക്കുകളിൽ ഉണ്ട്. ഇവിടെ കാണുന്നത് കുടിയന്മാരുടെ ഉപമയെ യേശു എടുത്തു പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 11:28 കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് ചിന്തിച്ചതാണ്. യേശുവിനെ അവർ നിഷേധിച്ചു. യേശുവിൻ്റെ അധികാരത്തെ അവർ ചോദ്യം ചെയ്തു. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? നിനക്ക് ഈ അധികാരം തന്നത് ആര് എന്ന് യഹൂദൻ്റെ പുരോഹിതന്മാർ യേശുവിനോട് ചോദിച്ചു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് ഒരു വശത്ത് നമ്മുടെ കർത്താവായ യേശു പറയുമ്പോൾ, മഹാപുരോഹിതന്മാർക്കൊരു ചോദ്യമുണ്ട്. ഈ അധികാരം നിനക്ക് തന്നതാർ? നിന്നെ ഈ അധികാരം ഏൽപ്പിച്ചതാരെ? മഹാപുരോഹിതനത് അറിവില്ലെങ്കിൽ പോലും റോമൻ ശതാധിപന്മാർ തേണ്ടേ നീ സർവാധികാരിയാണ് എന്ന് പറയുന്നത് കേൾക്കാം. ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്ന്, ഒരു സെഞ്ചൂരിയൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് പറഞ്ഞാണ്, ഗുരു, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യനാണ്. ഞാനൊരു പട്ടാളക്കാരനാണ്, 100 പേരുടെ ചുമതലയുള്ള ആളാണ്. ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ട ആളാണ്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ എൻ്റെ പട്ടാളക്കാരൻ അനുസരിക്കും. ഞാൻ ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ പട്ടാളക്കാരൻ അനുസരിക്കും. എന്നാൽ എനിക്ക് അധികാരമില്ലാത്ത ചില ഇടങ്ങളിലൂടെ അങ്ങയ്ക്ക് അധികാരമുണ്ട്. എൻ്റെ ഭൃത്യൻ സൗഖ്യമില്ലാതെ കിടക്കുകയാണ്. എൻ്റെ എത്ര പട്ടാളക്കാരെ വിട്ടാലും എത്ര വാളും വടിയും ഉപയോഗിച്ചാലും ഒരുവനെ സൗഖ്യമാക്കുവാനുള്ള അധികാരം എൻ്റെ കയ്യിലില്ല. അങ്ങയുടെ കീഴിലുള്ള പടയാളികൾ വലിയവരാണ്. അതിൽ ഒരുവനെ അയച്ചാൽ, വേണ്ട, ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അങ്ങയുടെ അധികാരം സർവാധികാരമാണ്. ഒരു വശത്ത് മഹാപുരോഹിതൻ ഈ സർവാധികാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിറവിക്കുരുടൻ്റെ കാഴ്ച വരുന്നത് അവൻ കണ്ടു, സൗഖ്യം കൊടുക്കുന്നത് അവൻ കണ്ടു, ഭൂതങ്ങൾ അലറി ഓടുന്നത് അവൻ കണ്ടു. ആ പദത്തിൽ ഞാൻ ഒരല്പം കൂടെ നിൽക്കട്ടെ. പഴയ നിയമത്തിലെ അനേക ഭക്തന്മാരും പ്രത്യേകിച്ച് പ്രവാചകന്മാരും അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ആഹാരം വർദ്ധിപ്പിക്കുന്നത് അവർ ചെയ്തിട്ടുണ്ട്. യേശുവും അത് ചെയ്യുന്നത് അവർ കണ്ടു. കൂടുതലൊന്നുമല്ല, ഞങ്ങളുടെ പിതാക്കന്മാരും ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞേക്കാം. രോഗികളെ സൗഖ്യമാക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും യേശുവിൻ്റെ കൈ കൊണ്ട് നടക്കുന്നത് അവർ കണ്ടു. അവർ പറഞ്ഞേക്കാം, ഞങ്ങളുടെ പുരോഹിതന്മാരും ഞങ്ങളുടെ പ്രവാചകന്മാരും ഇത് ചെയ്തിട്ടുണ്ട്. എന്നാൽ പഴയ നിയമത്തിൻ്റെ ഒറ്റ പ്രവാചകൻ പോലും ചെയ്തിട്ടില്ലാത്ത, ഒരു നേതാവ് പോലും ചെയ്തിട്ടില്ലാത്ത ഭൂതങ്ങളെ പുറത്താക്കുക എന്ന ക്രിയ എൻ്റെ യേശു ചെയ്തപ്പോൾ യവന്മാർ പറഞ്ഞത് ഇത് ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ്. ഇന്ന് ആത്മമണ്ഡലത്തിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തു മറക്കരുത്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ വളർച്ചയെ തേച്ചുമുടിച്ച് ഇല്ലാതെയാക്കുവാൻ ഇന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വിഭാഗം ഈ കുടിയന്മാരെക്കാൾ ഒട്ടും വ്യത്യസ്തരായ കുടിയന്മാരല്ല എന്ന് മറക്കരുത്. കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും നടക്കുന്നത് കണ്ടാൽ മറ്റ് ഓൾട്ടർനേറ്റീവ് ചിന്തിക്കുവാൻ അവർ പലപ്പോഴും തയ്യാറാണ്. എന്തോ മാനിപ്പുലേഷൻസ് ഉണ്ട് എന്ന് പറയുവാൻ അവർ തയ്യാറാണ്. ദൈവാത്മാവിൽ ഭൂതശാന്തി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇത് ദുരാത്മാവിലാണെന്നും സേവയുണ്ടെന്നും പറയുന്നവരെ നമുക്കറിയാം. അന്നത്തെ അതുപോലെ അധപ്പതിച്ച ഒരു ഗ്രൂപ്പിൻ്റെ നടുവിൽ യേശു 11 പേരെ വേറിട്ട് നിർത്തിക്കൊണ്ട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഞാൻ നിങ്ങളെ അയക്കാൻ പോകുകയാണ്. മറ്റവന്മാർ നീങ്ങി. റോമൻ പടയാളി മാത്രമല്ല വന്ന് പറഞ്ഞത്, യഹൂദന്മാരുടെ ഇടയിലും ദൈവത്തിൻ്റെ താല്പര്യപ്രകാരം ജീവിക്കുന്നവരും ദൈവത്തെ തിരിച്ചറിയുന്നവരും ഉണ്ടായിരുന്നു. നിക്കോദിമോസ്, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന് വെച്ച് പറഞ്ഞു, അങ്ങ് ബേൽസബൂലിനെ കൊണ്ടല്ല പ്രവർത്തിക്കുന്നത്. ദൈവം അങ്ങയോടുകൂടെ ഇല്ലെങ്കിൽ ഇത് ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. എനിക്കത് തിരിച്ചറിയാം. ഞങ്ങളുടെ നേതൃവൃന്ദത്തിൻ്റെ കണ്ണുപൊട്ടിപ്പോയി, ഞങ്ങളുടെ നേതൃവൃന്ദത്തിൻ്റെ ആത്മക്കണ്ണുകൾ കുരുടായി പോയി. പക്ഷെ കണ്ണു തുറന്ന് നോക്കുന്ന എനിക്കിത് കാണുവാൻ കഴിയും. ദൈവമേ, യേശുവേ, ദൈവം അങ്ങയോടുകൂടെ ഇല്ലെങ്കിൽ ഇത് ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ അദ്ദേഹം ദൈവത്വത്തെ ഏറ്റുപറഞ്ഞു. ദൈവമാണ് ചെയ്യുന്നത് എന്ന് സമ്മതിച്ചു. ഇന്ന് പകൽക്കാലം സമ്മതിക്കുന്ന ചിലർ അവിടെയും ഇവിടെയും ഉണ്ട്. സൂചനകൾ ഉണ്ടെങ്കിലും ദൈവത്തിന് ഏൽപ്പിക്കുവാൻ താല്പര്യമുള്ള ഒരു 11 പേരെ വിളിച്ച് വേർതിരിച്ചേച്ച് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ
നിങ്ങൾ പുറപ്പെടുക. ഞാൻ ഈ കുടിയന്മാരെ തള്ളിയിരിക്കുന്നു, ഇനി എനിക്ക് ഇവരുമായി ബന്ധമില്ല. തൽക്കാലം ഞാൻ ബന്ധം സ്ഥാപിക്കുവാൻ ഇച്ഛിക്കുന്നത് എൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ്. ഈ ആശയം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുവാൻ വേണ്ടി, ഈ ആശയം തറപ്പിച്ച് പറയുവാൻ വേണ്ടി മർക്കോസിൻ്റെ സുവിശേഷം 11:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞ വാചകങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അവിടെ യേശു പറഞ്ഞത്, വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, ഞാൻ ആ വാക്യങ്ങൾ മുഴുവനും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് സമുദ്രത്തിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഞാൻ നിങ്ങളുടെ കയ്യിൽ അധികാരം ഏൽപ്പിക്കുകയാണ്. പക്ഷെ ചില കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയിക്കരുത്. കർത്താവേ, സംശയിക്കുന്ന ദുഷ്ടഹൃദയത്തെ എന്നിൽ നിന്ന് പറിച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സംശയിപ്പിക്കുന്ന ദുഷ്ടഹൃദയം പിശാചിനുള്ളതാണ്, അത് പിശാചിൻ്റെ വകയാണ്. ആ ദുഷ്ടഹൃദയം നമുക്കുണ്ടാകാതെ കർത്താവെ വിശ്വസിക്കുവാൻ ഉള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് വിശ്വസിക്കുവാൻ നമുക്ക് കൃപ തരട്ടെ. കർത്താവ് ആ കാര്യങ്ങൾ വെളിപ്പെടുത്തി. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കയ്യിൽ അധികാരം ഏൽപ്പിക്കാൻ പോകുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20:20-21 വാക്യങ്ങളിൽ യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതിയ ഒരു രംഗമുണ്ട്. എത്രയോ പ്രാവശ്യം ഞാൻ ബഥേലിൽ ഇത് വിശദീകരിച്ചിട്ടുള്ളതാകയാൽ തൊട്ടു പറഞ്ഞു മാത്രം പോകട്ടെ. യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ അതേ ദിവസം ഞായറാഴ്ച അതിരാവിലെ സ്ത്രീകൾക്ക് വെളിപ്പെട്ടു. അതിരാവിലെ തൻ്റെ ശിഷ്യന്മാർക്കും ഒരളവിൽ വെളിപ്പെട്ടു, ചിലർക്കെങ്കിലും വെളിപ്പെട്ടു. അതിനുശേഷം അന്ന് രാത്രിയിൽ തൻ്റെ ശിഷ്യന്മാരിൽ 10 പേർ ഒരുമിച്ച് കൂടിയിരുന്ന് അടച്ചിട്ടിരിക്കുന്ന മാളിക മുറിക്കകത്ത് തങ്ങൾ പെസഹ ആചരിച്ച് അതേ മുറി തന്നെയാണ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അതേ മുറി തന്നെയാണ്. ആ മുറിക്കകത്ത് യഹൂദന്മാരെ ഭയപ്പെട്ട് രണ്ടുപേർ മുറി അടച്ചിട്ടിരിക്കുക. തള്ളപ്പെട്ട കുടിയന്മാരെ, തിരഞ്ഞെടുക്കപ്പെട്ട കുടിയന്മാർ ഭയപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവരെ ഭയന്നുകൊണ്ട് അകത്തിരിക്കുന്ന സമയത്ത് യേശു അടുത്തു വന്നു. അടച്ചിരിക്കുന്ന കതകിൻ്റെ അകത്ത് കയറി അയച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈ 11 പേരും 10 പേരും ഭയന്നുപോയി. ഒരു ഭൂതത്തെയാണ് അവർ കാണുന്നത് എന്നവർ ചിന്തിച്ചു. കാര്യം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, നനച്ചിട്ടില്ലാത്ത മഹാ അത്ഭുതവുമായി യേശു വരുമ്പോൾ ഇത് ഭൂതമാണെന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവരത് പരസ്യമായി പറഞ്ഞു. എന്നാൽ യേശു അവരെ തിരുത്തി, ഞാൻ ഭൂതമല്ല, ഞാൻ നിങ്ങളുടെ യജമാനനായ, നിങ്ങളുടെ നായകനായ ക്രിസ്തുവാണ് ഞാൻ എന്ന് പറഞ്ഞ 10 പേരെ ധൈര്യപ്പെടുത്തി വെച്ച് അവരുടെ മേൽ ഊതി അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുക. നിങ്ങൾ പോകുന്നത് ഒറ്റയ്ക്കല്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് യേശു മത്തായിയുടെ സുവിശേഷത്തിൽ പിന്നത്തേതിൽ പറഞ്ഞു. എന്നാൽ ഈ സാഹചര്യത്തിൽ അവരോട് ആ പദം പറയാതെ എൻ്റെ ആത്മാവായിരിക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതെന്ന് പറയേണ്ടതിന് അവരുടെ മേൽ ഊതി വെച്ച് പറഞ്ഞു, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുക, നിങ്ങൾ പോകുക, ഞാൻ നിങ്ങളെ അയക്കുകയാണ്. എഫെസ് ലേഖനം 1-ാം വാക്യത്തിൽ തിരിഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് തമ്പുരാൻ തീരുമാനിച്ചു. സ്വാഭാവിക മക്കളായിരുന്ന ഇസ്രയേലിനെ തള്ളിക്കളഞ്ഞ ശേഷം, മറക്കരുതേ, സ്വാഭാവിക മക്കളായിരുന്ന ഇസ്രയേലിനെ തള്ളിക്കളഞ്ഞ ശേഷം കാട്ടൊലിവായിരുന്ന നമ്മെ വെട്ടിയെടുത്ത് നല്ല ഒലിവിൽ ഒട്ടിച്ചു ചേർക്കുന്നത് പോലെ ദൂരത്തായിരുന്ന ചിലരെ, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾ കന്യരായിരുന്ന നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുവാനും ഒരുമിച്ച് കൊണ്ടുവന്നേച്ച് അവരോട് പറയുകയാണ്, നിങ്ങളെ ദത്തെടുക്കുവാൻ പിതാവിന് തിരിഹിതമായി. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈതലേ, ഒരു അധികാരം കൈമാറേണ്ടതിനായി ചില റിലേഷൻസ് ഉണ്ടാക്കുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി എന്നെ ദത്തെടുത്ത ദൈവത്തിൻ്റെ കരുണയ്ക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഇതിനകത്തിരിക്കുന്ന ആയിരങ്ങളെ ദത്തെടുത്ത ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നെന്നെ ശ്രദ്ധിക്കുന്നവരോട് നമ്മെ ദത്തെടുത്ത ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. തിരിഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. പക്ഷെ ഈ ദത്തെടുപ്പ് ക്രിസ്തു മുഖേന മാത്രമേ ഉള്ളൂ. തിയോളജി മുഖേന ദത്തെടുക്കാറില്ല, വിദ്യാഭ്യാസം നിമിത്തം ദത്തെടുക്കാറില്ല, കഴിവുകൾ നിമിത്തം ദത്തെടുക്കാറില്ല. ഇതെല്ലാം കൂടെ കേന്ദ്രീകരിച്ചത് തൻ്റെ പുത്രനായ ക്രിസ്തുവില. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ നമ്മെ ദത്തെടുത്തു. പുത്രൻ പിതാവിനോട് തൻ്റെ ഹിതമടുത്തു. തുടരധികാരം നമുക്ക് തരുവാൻ പുത്രൻ പിതാവിൻ്റെ അനുവാദപ്രകാരം തീരുമാനിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17:18 യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. പിതാവേ, അങ്ങ് എന്നെ അയച്ചതുപോലെ
അങ്ങനെ അയക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും തരുന്നുവെന്ന് പറഞ്ഞാണ് എന്നെ അയച്ചത്. അതുപോലെ ഞാൻ അവരെ അയക്കുകയാണ്. ഞാൻ പ്രകൃതിയുടെ മേൽ അധികാരം എടുത്തു കാണിച്ചു, ഞാൻ രോഗികളുടെ മേൽ അധികാരം എടുത്തു കാണിച്ചു, ഞാൻ മരിച്ചവരുടെ മേൽ അധികാരം എടുത്തു കാണിച്ചു. അങ്ങനെ അയച്ചതുപോലെ ഞാൻ ഇവരെ അയക്കുകയാ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യാൽ ഈ ദിവസങ്ങളിൽ രോഗികൾ സൗഖ്യമാകണം, നിങ്ങളുടെ കയ്യാൽ ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കണം, നിങ്ങളുടെ കീഴിൽ പ്രകൃതി ശക്തികൾ കീഴടങ്ങണം. ഇതൊരളവിലെങ്കിലും സാധിക്കുവാൻ ഇതിനകത്തിരിക്കുന്ന ആയിരങ്ങളെ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുക്കിയ ദൈവകൃപയ്ക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഇതെല്ലാം നടക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ആത്മാവരുടെ മേൽ ഊതി ആത്മാവിനെ നിങ്ങൾ കൈക്കൊള്ളുക. യേശുവിൻ്റെയും അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. പുത്രൻ പിതാവിൻ്റെ അനുവാദത്തോടെ അധികാരം ശിഷ്യന്മാർക്ക് കൈമാറി. 1-ാം നൂറ്റാണ്ടിലെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ അന്നത്തെ ചരിത്രമാണ് പറഞ്ഞത്. ആദിമ ഞായറാഴ്ചത്തെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷം 12:32 പിതാവ് രാജ്യം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവ് തീരുമാനിച്ചു ആരെയെങ്കിലും ഒന്ന് ഡെലിഗേറ്റ് ചെയ്യണം. പഴയ നിയമത്തിന്റെ കുടിയന്മാർ അവർ തള്ളപ്പെട്ട സ്ഥാനത്ത് എനിക്ക് ചില കുടിയന്മാരെ വേണം. തോട്ടത്തിന്റെ അവകാശം വാങ്ങി തക്ക സമയത്ത് കർത്താവിന് കൊടുക്കുവാൻ, മഹത്വം ദൈവത്തിന് കൊടുക്കുവാൻ. ദൈവത്തിന് നമ്മുടെ പണമല്ല വേണ്ടത്. സഭയ്ക്ക് പണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ദൈവത്തിന് നമ്മുടെ പണമല്ല വേണ്ടത്, ദൈവത്തിന് നമ്മുടെ വിദ്യാഭ്യാസം അല്ല വേണ്ടത്, സഭയ്ക്കത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ദൈവത്തിന് നമ്മുടെ യാതൊന്നും അല്ല വേണ്ടത്, പകരം മഹത്വം ദൈവത്തിനാണ്. മനുഷ്യനുമായി മഹത്വം പങ്കുവെക്കാത്തവൻ, മനുഷ്യനുമായി മഹത്വം കൈകാര്യം ചെയ്യാത്തവൻ ഇന്ന് പകൽ മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ടതിന് ബേഥേലിനെ വിളിച്ചേച്ച് പറഞ്ഞു, ബേഥേൽ വാ, ഞാൻ പഴയ കുടിയന്മാരെ തള്ളി, ഞാൻ പഴയ കുടിയന്മാരെ തള്ളി. ഇന്ന് പകൽക്കാലം ഒരു സദ്വർത്തമാണ്. പഴയ കുടിയന്മാരെ തള്ളി അധികാരം കൈമാറ്റം ചെയ്യുവാൻ ഇന്നൊരു തലമുറയെ തിരഞ്ഞെടുത്ത ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ഞാൻ അവരെ തള്ളി, എനിക്ക് ലഭിക്കേണ്ടത് എനിക്ക് വരുവാൻ. കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പേര് വിളിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാർ പ്രവചിച്ചാൽ മാനിപ്പുലേഷൻ ആണെന്ന് പറഞ്ഞ് ദൈവമഹത്വം തള്ളിക്കളയുന്ന കുടിയാനെ തള്ളിയ ശേഷം അത്ഭുത രോഗശാന്തി ശുശ്രൂഷയാൽ ദൈവം ഒരു രോഗിയെ സൗഖ്യമാക്കിയാൽ സേവയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം പിശാചിന് കൈമാറുന്ന ആ കുടിയാനെ തള്ളിയ ശേഷം ഇന്ന് പകൽക്കാലം ഒരു കൂട്ടരെ വിളിച്ചേച്ച് പറഞ്ഞു, വാ, അധികാരം നിങ്ങൾക്ക് തരുവാൻ, രാജ്യം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുവാൻ എൻ്റെ പിതാവിന് തിരഹിതമായി. ഇന്ന് പകൽ വിളിക്കപ്പെട്ട ദൈവജനമേ, വിളിക്കപ്പെട്ട ദൈവമക്കളെ, രാജ്യം നമുക്ക് തരുവാൻ പിതാവിന് തിരഹിതമായി. മർക്കോസിന്റെ സുവിശേഷം 3:14 അവൻ തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിന് ഭൂതങ്ങളുടെ മേൽ പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. ആ പന്തിരുവരോട് പറഞ്ഞു, ഞാൻ തള്ളുന്ന ഒരു വിഭാഗമുണ്ട്. മഹാപുരോഹിതൻ മുതൽ ഒരുപാട് പാണ്ഡിത്യമുള്ളവർ, സഭയുടെ ചെലവ് കഴിഞ്ഞവർ, വെളിയിൽ നിന്നൊന്നും കൊണ്ടുവരാതെ അവർ സ്വന്തമായി ഒരു ജോലി പോലും ചെയ്യാതെ ലേവ്യർക്ക് ഞാൻ കൊടുത്തിരുന്ന ആ പ്രതിഫലം വാങ്ങിക്കൊണ്ട് കഴിഞ്ഞവർ എനിക്ക് പ്രയോജനപ്പെടാതെ വന്നതിനാൽ അവരെ ഞാൻ തള്ളിയ ശേഷം ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്, പന്തിരുവരെ തിരഞ്ഞെടുക്കുക. ഒന്ന്, നിങ്ങൾ എന്നോടുകൂടെ ഇരിക്കണം. സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ഇതാണ്, വേർപാട്. നിങ്ങൾ ലോകത്തോടുകൂടെ അലയേണ്ടവരല്ല, ലോകത്തിൻ്റെ ജ്ഞാനികളോടുകൂടെ കഴിയേണ്ടവരല്ല, നിങ്ങൾ എന്നോടുകൂടെ ഇരിപ്പാനും ഇന്ന് പകൽ ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ, ക്രിസ്തീയ കൂട്ടായ്മയിൽ വരുവാൻ, അപ്പോസ്തലിക ഉപദേശത്തിന് മാത്രം ചെവി കൊടുക്കുവാൻ, വേർപെടേണ്ടതിനോട് വേർപെടുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. നിങ്ങൾ എന്നോടുകൂടെ ഇരിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകേണ്ടതിനും. ഈ ഒരാഴ്ച നമ്മൾ ഉപവാസത്തിലാണ്, അല്ല നമ്മൾ 40 ദിവസമായി ഉപവാസത്തിന് വേണ്ടി ഒരുങ്ങി അതിൻ്റെ നടുക്കത്തെ പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. മധ്യഭാഗം കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, അധികാരങ്ങൾ ഏറ്റെടുക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാൻ, ഭൂതങ്ങൾ കീഴടങ്ങണമെങ്കിൽ അതൊരു അധികാരത്തിൻ്റെ കീഴിലാണ്. അതിന് മാനുഷിക ബലം വേണ്ട, സൈന്യത്താലെ ഒക്കത്തില്ല, ശക്തിയാലെ ഒക്കത്തില്ല. പകരം ഒരു കൂട്ടം ദൂതന്മാർ ദൈവമക്കളോട് കൂടെ ഇരുന്ന് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന അധികാരത്തിൻ്റെ വാക്കുകളുടെ മുമ്പിൽ
ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിക്കുവാൻ, ഊരിപ്പിടിച്ച വാളുള്ള ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുവാൻ, യേശുവിന്റെ നാമത്തില് സഭയുടെ മേലൊരു അധികാരത്തിന്റെ പുനർകൈമാറ്റം. നേരത്തെ കൈമാറിയ ഒന്ന് വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതുകൊണ്ടാണ് പുനർകൈമാറ്റം എന്ന പദം ഞാൻ ഉപയോഗിച്ചത്. ദൈവം നമുക്ക് തരട്ടെ. പുറത്ത് അധികാരം ഉണ്ടാകുവാനും പന്തിരി വരെ നിയമിച്ചു. യു ആർ ഓർഡൈൻഡ്. നിങ്ങളെ നിയമിച്ചു എന്ന് പറയുന്ന ദൈവകൃപ, ഓർഡൈൻഡ് എന്ന് പറയുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:39 വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ. ദൂരസ്ഥർ എന്ന വാക്കിന് ഒരു വ്യാഖ്യാനം ഞാൻ കൊടുക്കുന്നത് ആ ദൂരമായ കാലഘട്ടങ്ങളിലുള്ളവർ. 1 നൂറ്റാണ്ട് കൊണ്ട് മാത്രമേ അധികാരം തീർന്നു പോയില്ല. അപ്പോസ്തോലിക യുഗം കൊണ്ട്, അല്ലെങ്കിൽ 12 അപ്പോസ്തോലന്മാർ ജീവനോടിരുന്ന ആ ഒറ്റ യുഗം കൊണ്ട് തീർന്നു പോയി എന്ന് പറയുന്നവരുണ്ട്. അവരെ ഞാനൊരു ബ്രാക്കറ്റിലോട്ട് മാറ്റി വെച്ചേച്ച് വേദപുസ്തകത്തിൽ എന്നെ ദൈവം ഏൽപ്പിച്ച ആശയത്തിലേക്ക് വരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. വാഗ്ദത്തം നിങ്ങൾക്കും, 2 നിങ്ങളുടെ മക്കൾക്കും, 3 ദൂരസ്ഥരായ 2000 വർഷത്തിന് ശേഷം, 2020 വർഷത്തിന് ശേഷം വരുന്നവർക്കും കൂടെ ബാധകമാകേണ്ടതിന് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലയോ. ഒറ്റ ക്വാളിഫിക്കേഷൻ, കർത്താവ് വിളിക്കണം. തൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ സമയത്ത് 12 ശിഷ്യന്മാരെ വിളിച്ചു. ഇന്ന് പകൽ വിളിക്കപ്പെട്ടവർക്കായി കർത്താവിനെ വാഴ്ത്തുകയാണ്. വിളിക്കപ്പെടുക മാത്രം പോരാ, തിരഞ്ഞെടുക്കപ്പെടുകയും കൂടെ വേണം. വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. യോഹന്നാൻ 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ഒരു സമയത്ത് അതിശക്തിയോടെ ബഥേൽ കർത്താവിന് വേണ്ടി പലതും ചെയ്തുവെങ്കിലും പലരുടെയും മുൻപിൽ ഓച്ചാനിച്ച് നിന്നുപോയ കാരണത്താൽ, പലതിനെയും ശ്രദ്ധിച്ചു പോയ കാരണത്താൽ, സോഷ്യൽ മീഡിയയുടെയും മറ്റും അതിപ്രസരത്തിൽ പലതിനെയും ശ്രദ്ധിച്ചു പോയ നാം ഒന്ന് മടങ്ങി വരുവാൻ ഞാൻ നിങ്ങളെ വിളിച്ചതാണ്. നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്, നമുക്ക് കണ്ടിന്യൂസ്ലി ഫലം കായ്ക്കുവാൻ. കർത്താവേ, എവിടെയെങ്കിലും കുറഞ്ഞു പോയെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്ന ദൈവമേ, ഇന്ന് പകൽക്കാലം വിത്ത് തരേണ്ട ഇടത്ത് വിത്തും, വെള്ളം തരേണ്ട ഇടത്ത് വെള്ളവും, വളം തരേണ്ട ഇടത്ത് വളവും തന്ന് നമ്മളെ നടത്തുന്ന ദൈവകൃപയ്ക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാ. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ധനവാനായ ഒരു മനുഷ്യൻ്റെ വയൽ നന്നായി വിളഞ്ഞു. ഈ ധനവാന്റെ വയൽ മാത്രമേ വിളയത്തുള്ളെന്നറിയാമോ? ദരിദ്രൻ്റെ വയലിനേക്കാൾ ധനവാന്റെ വയൽ അധികം വിളയും. കാര്യം, നേരത്തിന് വെള്ളം കൊടുക്കാൻ, നേരത്തിന് വളം കൊടുക്കുവാൻ ധനവാന് മാത്രമേ കഴിയുകയുള്ളൂ. ഈ തലമുറയിൽ പ്രയോജനപ്പെടുന്ന അനേക കർത്തൃദാസന്മാരെ വിളിച്ചു വരുത്തുവാനും സഭയ്ക്ക് കളപറിച്ച് വളമിടുവാനും, പ്രൈസ് ദി ലോർഡ്, ആത്മീയൻ്റെ കളപറിച്ച് വളമിടുവാനും ഒരു വിളവിന് വേണ്ടി ഒരുങ്ങുവാനും ദൈവം സഭയ്ക്ക് തന്ന ദൈവകൃപയ്ക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. അതെ, നാം അധികം ഫലം കായ്ക്കുവാനും നമ്മുടെ ഫലം നിലനിൽക്കുവാനും നമ്മെ തിരഞ്ഞെടുത്താക്കി വെച്ചു. മാത്രവുമല്ല, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾക്ക് തരുവാൻ ഞാൻ നിങ്ങളെ ആക്കി വെച്ചു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പോയി വാങ്ങിച്ചോളാം പറഞ്ഞ് എന്നെ നിങ്ങളെ ചുമതലപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. നിങ്ങൾ പിതാവിനോട് ചോദിക്കുവാനും ചോദിക്കുന്നത് നിങ്ങൾ പ്രാപിക്കുവാനും തക്കവണ്ണം ഞാൻ നിങ്ങളെ ആക്കി വെച്ചു. ഇന്ന് പകൽക്കാലം ഈ ഒരു അധികാരത്തിൻ്റെ കൈമാറ്റം ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പിതാവിനോട് ചോദിക്കുന്നത് വാങ്ങുവാൻ നാം അവകാശപ്പെട്ടവരാ. നാം അവകാശപ്പെട്ടവരാ. നാം അവകാശപ്പെട്ടവരാ. നാം അവകാശപ്പെട്ടവരാ. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പണ്ട് ഉപയോഗിച്ച ഉദാഹരണം പറയാം. ഇതിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയിട്ട് ഒരു കഷണം പേപ്പർ തുണ്ട് ഞാൻ ചോദിച്ചാൽ അത് തരാൻ ഉള്ള ബാധ്യത അവർക്കില്ല. ഞാനത് വാങ്ങാൻ അർഹതപ്പെട്ടവനല്ല. ഞാൻ ഉപയോഗിക്കാറുള്ള ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. ഏറ്റവും അടുത്തുള്ളതായ ബസ് ഡിപ്പോ, നമുക്കിവിടെ തൊട്ടടുക്കൽ ബസ് ഡിപ്പോ ഉണ്ട്. അവിടോട്ട് ചെന്നേച്ച് ഒരു നട്ടും ബോൾട്ടും എനിക്ക് തരാൻ ആവശ്യപ്പെട്ടാൽ, വില കുറഞ്ഞ ഒരു വസ്തുവാണ്, അവരിവരെ നിനക്ക് ഇവിടുന്ന് വാങ്ങിക്കാനുള്ള അതോറിറ്റി ഇല്ല, അതുകൊണ്ട് നിനക്ക് പോകാം. അവരുടെ ആരെങ്കിലും ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, അവരുടെ ഒരു ഫോർമാൻ വന്ന് കേവലം ഒരു നട്ടുബോൾട്ടല്ല, ഒരു എഞ്ചിൻ ചോദിച്ചാലും കൊടുത്തേ പറ്റത്തുള്ളൂ. കാര്യം അദ്ദേഹം ഓതറൈസ്ഡ് ആണ്. ഇന്ന് പകൽക്കാലം ചിലതിനെ ഓതറൈസ് ചെയ്യുന്ന ദൈവകൃപയുടെ കൈമാറ്റം പിതാവിനോട് ചോദിക്കുവാനും ചോദിക്കുന്നത് വാങ്ങുവാനും ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാകുന്ന ദൈവമായ യേശു ചിലതിനെ വിളിച്ച് ഞാൻ നിന്നെ അധികാരപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞ് നിങ്ങൾ അധികാരപ്പെട്ടവരാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അധികാരത്തിന്റെ റിമൈൻഡേഴ്സ്
ഇന്ന് പകൽ ഞാൻ പിന്നെയും നിങ്ങൾക്ക് കൈമാറട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 9:1-2 വാക്യങ്ങളിൽ അവൻ പന്തിരി വരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെയും സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. 2 കാര്യം ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്തു, ശക്തിയും അധികാരവും. എന്തിന്? ഭൂതങ്ങളെ പുറത്താക്കുവാൻ. ഈ ആഴ്ചയിൽ ദൈവസഭ ഇത് പ്രാക്ടീസ് ചെയ്യുവാൻ പ്രത്യേക ദൈവകൃപ സഭയായി നമുക്ക് ചോദിക്കാം. സകലവിധ ഭൂതങ്ങളെയും വ്യാധികളെയും പുറത്താക്കുവാൻ, ഭൂതങ്ങളുടെ വ്യാധികളുടെ മേലും അധികാരം, സൗഖ്യമാക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ച് പറഞ്ഞത്. നിങ്ങളെ അയച്ചിരിക്കുന്ന 2-3 കാര്യമുണ്ട്. ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക. മത്തായി 10:1 ഇതേ ആശയം നമുക്ക് കാണാൻ കഴിയും. അടുത്തത് ദ ഗ്രേറ്റ് കമ്മീഷൻ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അതിനെ ചോദ്യം ചെയ്യുന്ന അധികാരികളുണ്ട്, അംഗീകരിക്കുന്നവരുമുണ്ട്. യേശുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ, സകല അധികാരവും എനിക്ക് ലഭിച്ചു. മഹാപുരോഹിതൻ അറിയണം ആരുടെ അധികാരം തന്നത്. പുരോഹിതന്മാരെ നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് കാര്യം, പൂച്ചയ്ക്ക് എന്തിടെ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം. തന്നെ പണ്ടേ തള്ളിയതല്ലേ. നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന അധികാരം അബ്രഹാമിൻ്റെ കാലം മുതൽ ദീർഘമായൊരു കാലഘട്ടം കൊണ്ടു നടന്നിട്ടും കൈകാര്യം ചെയ്യുവാൻ ഉപയോഗിപ്പാനും കഴിയാത്തതിനാൽ, അല്ലെങ്കിൽ ദൈവത്തിന് കിട്ടേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കുവാൻ കഴിയാതെ പോയതിനാൽ തള്ളപ്പെട്ട വിഭാഗമേ മാറി നില്ല് ചോദിക്കേണ്ടതിന് നിങ്ങളാര്? അതുകൊണ്ടാണ് യഹൂദന്മാരിൽ നിന്നൊരു പ്രമാണി വന്നിച്ച് പറഞ്ഞത്, ഗുരു, അങ്ങയോടുകൂടെ ദൈവമില്ലെങ്കിൽ ഇത് നടക്കത്തില്ലെന്ന് എനിക്കറിയാം, ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക. തേണ്ട അധികാരമുള്ള റോമൻ ഗവൺമെന്റിന്റെ ഒരു സെഞ്ചൂറിയൻ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, വന്ന് പറയുന്ന പദമാണ്, എൻ്റെ കീഴിലുള്ള പടയാളികളെ പോലെ അല്ല, അങ്ങയ്ക്ക് എല്ലാ ഡയമെൻഷൻസിലും പ്രവർത്തിക്കാൻ കഴിയും. ഭൗതികം മാത്രമല്ല, ആത്മീകമായതിൽ അങ്ങേക്ക് തൊടാം, ശാരീരികമായതിൽ അങ്ങേക്ക് തൊടാം, ദിവ്യമായത് അങ്ങേക്ക് തൊടാം, അങ്ങേക്ക് ഇത് സകലതും കഴിയും. ഗലാത്യലേഖനം 1:1 മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതായ പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായി തീർന്ന പൗലോസിനോട് പറയുകയാണ്, ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചതല്ല. മഹാപുരോഹിതന്മാർ എന്നെ തള്ളിയതാ. സന്നിധി സംഘത്തിൻ്റെ അംഗമായിരുന്നപ്പോൾ എന്നിൽ ഈ കൃപയില്ലായിരുന്നു. ഞാൻ ഈ യഹൂദൻ്റെ മേടയിൽ പ്രമാണിയായി നടന്നപ്പോൾ എന്നിൽ ഇന്ന് വ്യാപരിക്കുന്ന കൃപാവരമില്ലായിരുന്നു. ഇന്ന് ഞാൻ 3-ാം സ്വർഗം വരെ പോയിട്ടുണ്ട്. മനുഷ്യന് കേട്ടുകൂടാത്ത കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ നടന്നപ്പോൾ എനിക്കിതില്ലായിരുന്നു. ഇന്ന് മരിച്ചവൻ ഉയർക്കത്തക്കവണ്ണം യൂത്തിക്കോസിനെ എഴുന്നേൽപ്പിക്കുവാൻ ഇന്ന് എനിക്ക് കഴിയുന്നു, അന്ന് എനിക്ക് കഴിഞ്ഞിരുന്നില്ല. മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചതല്ല, മനുഷ്യനാൽ ലഭിച്ചതല്ല, കർത്താവായ യേശു ക്രിസ്തുവിനാൽ ലഭിച്ച ചിലത് ഇന്ന് കൈകാര്യം ചെയ്യുവാൻ അതോറിറ്റി, ദ ഡെലിഗേറ്റഡ് അതോറിറ്റി, കർത്താവിങ്കിൽ നിന്ന് ഫലമേൽപ്പിക്കപ്പെട്ട അധികാരം കൊണ്ടു നടക്കുവാൻ കർത്താവ് നമ്മെ ഒന്ന് അധികാരപ്പെടുത്തട്ടെ, നമ്മെ ഒന്നുകൂടെ ശക്തീകരിക്കട്ടെ. ഇതൊരു സൂചന മാത്രം പറഞ്ഞു പോകുകയാ. ഞാൻ ബേഥേലിനോടാണ് സംസാരിക്കുന്നത്, ഞാൻ അതിനോട് ബന്ധപ്പെട്ടവരോടാണ് സംസാരിക്കുന്നത്, തിരുവചനം അറിയാവുന്നവരോടാണ് സംസാരിക്കുന്നത്. അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ റെഫറൻസസ് പറഞ്ഞു പോകുന്നുണ്ടെന്ന് മാത്രം. ഒരിക്കൽ ശമൂവേൽ പ്രവാചകനെ ഇസ്രായേലിലേക്ക് വിട്ടിട്ട് പറഞ്ഞു, നീ ഒരുവനെ അഭിഷേകം ചെയ്യണം, അതൊരു ശൗല. അവനെ എൻ്റെ ജനത്തെ ഭരിക്കേണ്ടതിന് അവനെ എനിക്ക് അഭിഷേകം ചെയ്യണം. അങ്ങനെ ശൗലിനെ അഭിഷേകം ചെയ്തു. കഴുതകളെ തേടി നടന്നവനായ ശൗലിനെ ഇങ്ങോട്ട് വിളിച്ചേച്ച് പറഞ്ഞു, ഇസ്രായേലിൻ്റെ നോട്ടം നിന്റെ മേലാ. നിന്റെ അപ്പൻ കഴുതകളെ കുറിച്ചുള്ള ഭാരം വിട്ട് നിന്നെക്കുറിച്ച് ഭാരപ്പെടുകയാ. പക്ഷേ മുഴുജനത്തിൻ്റെയും ആശ നിന്റെ മേലാണ്, ആകയാൽ നിന്നെ അധികാരപ്പെടുത്തുകയാ. തൻ്റെ മേൽ തൈലപാത്രത്തിൽ നിന്ന് തൈലമൊഴിച്ച് അഭിഷേകം ചെയ്തു. പക്ഷേ ശൗലേ, അങ്ങയ്ക്കിത് കീപ്പപ്പ് ചെയ്യാൻ കഴിയാതെ പോയി. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ 1 ശമൂവേൽ 16:3 കർത്താവ് അതേ പ്രവാചകനോട് പറഞ്ഞു, ഞാനൊരു ദാവീദിനെ കാണിച്ചു തരാം. ഞാൻ ദാവീദിൻ്റെ വിശദീകരണത്തിലേക്ക് ഇന്ന് പോകാൻ ഒക്കത്തില്ല. ഞാനൊരു ദാവീദിനെ കാണിച്ചു തരാം. അപ്പന് വേണ്ടാത്തവൻ, അമ്മയ്ക്ക് വേണ്ടാത്തവൻ, സഹോദരങ്ങൾക്ക് വേണ്ടാത്തവൻ, കാട്ടിൽ വിൽക്കപ്പെട്ടവൻ, പാട്ടുപാടാൻ അറിയാവുന്നവൻ, മറ്റു വിദ്യാഭ്യാസമുള്ളതായി തെളിവില്ലാത്തവൻ, പക്ഷേ അവനിൽ ചില ക്വാളിറ്റികൾ ഞാൻ കണ്ടു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളിൽ ക്വാളിറ്റി ലഭിക്കുന്നവർക്കായി കർത്താവിനെ വാഴ്ത്തുകയാ. അവനിൽ ചില ക്വാളിറ്റികൾ ഞാൻ കണ്ടു. അവനെ എനിക്ക് വേണ്ടി അഭിഷേകം ചെയ്യ്. ഞാൻ ഭരിക്കുന്നത് എങ്ങനെയോ അങ്ങനെ അവൻ ഭരിക്കും. ഞാൻ തീരുമാനിക്കുന്നത് എങ്ങനെയോ അങ്ങനെ അവൻ തീരുമാനിക്കും. അവൻ്റെ തീരുമാനം ദൈവത്തിൻ്റെതാകുവാൻ ഇന്ന് പകൽ ദൈവിക പ്രതിനിധികളെ, ദൈവത്തിന് പകരം പ്രതിനിധികളായിരിക്കേണ്ടതിന്, ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായിരിക്കേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമേ ലോകവ്യാപകമായി
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമേ ദൈവസന്നിധിയിൽ സകലതും നമുക്ക് ഏൽപ്പിക്കാം. സകലതും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തരികയാ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തുകയാ. ഈ അധികാരം എവിടെ നിന്ന് എന്ന് മറ്റവൻ ചോദിക്കുമ്പോൾ അവനോട് എനിക്ക് മറുപടിയില്ല. അവനോടുള്ള ആകെ മറുപടി, യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന് പോയി കണ്ടുപിടിച്ചേച്ചു വാ. തൽക്കാലം നിന്നെ ഒഴിവാക്കിയേച്ച് എനിക്ക് പറയാനുള്ളതിനോട് ഞാൻ പറയട്ടെ. പാമ്പുകളെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാ. ഇത് വേറെ ആരോടും ചോദിക്കണ്ട. നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഉയർന്നു വരുന്ന ശത്രുശക്തികളെ ചവിട്ടുവാൻ ദൈവസഭയെ ഫലമേൽപ്പിച്ച, മെതിക്കുവാൻ ദൈവസഭയെ ഫലമേൽപ്പിച്ച കർത്താവിന്റെ കൃപയെ ഞങ്ങൾ വിശ്വസ്തതയുള്ളതായി എണ്ണുന്നു. പാമ്പുകളെയും കൊല്ലാൻ വിഷമുള്ളതാ പാമ്പ്. ഇന്ന് പകൽ മരണശക്തി മുതൽ പലതും ഭക്തന്മാരെ ഒടുക്കിക്കളയുവാൻ, സഭകളെ ഒടുക്കിക്കളയുവാൻ ഭാരതത്തിന്റെ മണ്ണിൽ ഉയരുന്ന പാമ്പുകളെ സർവശക്തൻ അധികാരപ്പെടുത്തി, അധികാരമുള്ളവൻ അധികാരപ്പെടുത്തി. പാമ്പുകളെയും. 2, തേളുകൾ. തേളിന് കൊല്ലാനുള്ള അധികാരം കുറവാ, പക്ഷെ കണ്ടമാനം വേദനിപ്പിക്കാം. തേളുകളെ ചവിട്ടുവാൻ അധികാരമുള്ളതിനായി സ്തോത്രം. ശത്രുവിൻ്റെ സകല ബലത്തെ, അതിനേക്കാളും താഴെ ഒരുപാടെണ്ണം ഉണ്ട്. ഞാൻ ആരംഭ ദിവസങ്ങളിൽ വർഷങ്ങൾക്ക് പുറകിൽ ഈ ചർച്ചിൽ ഇത് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. കണ്ണീച്ച എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. പണ്ട് ഇത് ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. കണ്ണീച്ച തീരെ ചെറിയ ഈച്ച, പക്ഷേ ഈ സൂത്രം കണ്ണയിലാണ് വന്ന് കയറുന്നത്. എന്നെ ശല്യമാണെന്നറിയാമോ? പാമ്പുകളെ തന്നെയൊന്നുമല്ല, സകല ശക്തിയെയും, കണ്ണീച്ചെ പോലും യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമായ ഒരാഴ്ച, സ്വതന്ത്രമായ ഒരു സാഹചര്യം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരമുള്ളതല്ല. യേശു നമ്മെ അധികാരപ്പെടുത്തിയതിനാൽ ശക്തികൾ കീഴടങ്ങി ദൈവജനത്തിനൊരു സ്വാതന്ത്ര്യമുള്ള ജീവിതം, ദൈവജനത്തിനൊരു സ്വതന്ത്ര ജീവിതം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ആമേൻ. നിങ്ങൾ എവിടെ വന്നിരിക്കുന്നത്? എബ്രായ ലേഖനം 12:23, 21 മുതൽ 24 വരെ വളരെ പ്രസിദ്ധമാണ്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി കൊണ്ടുവന്നിരിക്കുന്നത് എവിടേക്കാ? സാധാരണക്കാരിൽ ഇത് പറിച്ചെടുത്ത് വേർപെടുത്തിയ ദൈവകൃപയ്ക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഞാൻ വന്നിരിക്കുന്നത് എവിടെയാണ്? സിദ്ധന്മാരായ ആത്മീയന്മാർ നടന്ന അതേ മണ്ണിലേക്ക്, ഭക്തന്മാരായ ദൈവജനം അതോറിറ്റി എക്സിക്യൂട്ട് ചെയ്ത അവരുടെ സമൂഹത്തിലേക്ക്, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ അടുക്കലേക്ക്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിലേക്ക് വന്നിരിക്കുന്ന ദൈവവൈതലെ, നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നേച്ചാ പറഞ്ഞ് പാമ്പുകളെ ചവിട്ട്. തേളുകളെ ചവിട്ട്, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുക. ഈ പഴയ നിയമ ഭക്തന്മാരെ ഒരു 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 ലിസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞേച്ചാണ് എബ്രായ ലേഖനത്തിൽ ഇതൊക്കെ പറയുന്നത്. 11-ാം അധ്യായത്തിൽ ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. 11-ാം അധ്യായത്തിൽ കൊണ്ടുവന്ന ലിസ്റ്റിനെ കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ ദൈവം ഒന്നുകൊണ്ട് ഇടപെട്ടു. ഇവരാരും ജഡരക്തങ്ങളോട് പോരാടിയവരല്ല. ഇവരാരും ജഡരക്തങ്ങളോട് പോരാടിയവരല്ല. അവർ പോരാടിയത് ആത്മലോകത്തോടാ, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാര ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും പോരാടിയ ഒരു വിഭാഗത്തിൻ്റെ അടുക്കലോട്ട് കൊണ്ടുവന്നു. നോക്ക് ദാവീദിനെ, നോക്ക് മോശയെ, നോക്ക് അപ്പസ്തോലന്മാരെ, നോക്ക് പഴയ നിയമ വിദഗ്ധന്മാരെ. നിങ്ങളെ കൊണ്ടുവന്നത് വിശുദ്ധന്മാരുടെ സംഘത്തിൻ്റെ അടുക്കല. ഇവരാരും പോരാടിയത് ലോകശക്തികളോടല്ല, പകരം ലോകശക്തികളെ വാണിരുന്ന ആത്മശക്തികളെ ഭരിക്കുവാൻ ഇവർ പോരാട്ടത്തിന് വന്നതോടെ മറ്റ് സകലതും കീഴടങ്ങി. ശൂന്യമായി കിടന്ന ഇടങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ തുടങ്ങി. ശത്രു മെതിച്ചു കളഞ്ഞിരുന്ന പലതും കിളിർത്ത് വളരുവാനായി തുടങ്ങി. ഇന്ന് പകൽ നമുക്കും പോരാട്ടമുള്ളത്, എനിക്ക് പോരാട്ടമുള്ളത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എഫേസ്യർ 6:11-12 പറയുന്നത് പോലെ പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, വാഴ്ചകൾ, അധികാരങ്ങൾ. സുറിയാനി ബൈബിളിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കൊടുത്തിരിക്കുന്ന പദം
അക്കോസന്മാർ, ഗുൽത്താന്മാർ, ഹൈലന്മാർ, മൊറോസന്മാർ. ഈ ആകാശത്തിൽ വ്യാപരിക്കുന്ന വലിയ വശമില്ല, വശമുള്ളവരിൽ നിന്ന് കേട്ടതാ. വാഴ്ചകളും അധികാരങ്ങളും എന്ന് മലയാള വേദപുസ്തകത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന പദം സിറിയക് ബൈബിളിൽ അക്കോസന്മാർ, ഗുൽത്താന്മാർ, ഹൈലന്മാർ, മൊറോവാസന്മാർ എന്നിങ്ങനെ ദൂതന്മാരുടെ കൂട്ടത്തിലെ വീണുപോയവരും ടോപ്പ് അതോറിറ്റി ഉള്ളതുമായ ദൂതന്മാരെയാണ് കുറിക്കുന്നത്. ഹേ ദൂതന്മാരെ, നിങ്ങളുടെ യജമാനനാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചവനാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്. ഇന്ന് പകൽക്കാലം ചിലതിന് വേണ്ടി കർത്താവ് നമ്മെ ഒരുക്കട്ടെ. കണ്ട 38 വർഷം കുളക്കരയിൽ കിടന്ന ഒരു രോഗി ഒരിക്കൽ യേശു അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മുമ്പിൽ അവൻ പറഞ്ഞു, എന്നെ കുളത്തിൽ ഇറക്കാൻ ആരുമില്ല, ദൂതം വരുന്നത് എനിക്കറിയാം, ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് തൊട്ടോട്ടെ എന്ന് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. അദ്ദേഹം പറഞ്ഞത്, ദൂതൻ വരുന്നത് എനിക്കറിയാം. എടാ കൊച്ചനെ, ഞാൻ ഇങ്ങനെ എടുത്തു പറയാം, ഈ പുള്ളി 38 വർഷമായി കുളക്കര കിടക്കുക. അങ്ങനെ ഒരു 10-20 വയസ്സെങ്കിലും ഉള്ളപ്പോഴായിരിക്കണം ഇവനെ ആരെങ്കിലും കൊണ്ട് കുളക്കര തള്ളിയതെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 10-58 വയസ്സുണ്ട്, 10-55 എങ്കിലും കഴിഞ്ഞവനായി കിടക്കുന്നേ. വന്ന് നിൽക്കുന്ന യേശുവിന് 30-32 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ ഈ പ്രായമുള്ള കഴിവുള്ളതുമായ ആളാണ് ഈ കിടക്കുന്നത്. കൊച്ചി ചെറുക്കനായ യേശു, അവനേക്കാൾ 10-20 വർഷമെങ്കിലും പ്രായക്കുറവാ, 10-20 വർഷമെങ്കിലും പ്രായക്കുറവാ. അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചാണ്, എടാ കൊച്ചനെ, നിനക്ക് കേട്ടുകേഴ്വിയല്ലേ ഉള്ളു ഇവിടുത്തെ രോഗസൗഖ്യം, ഈ ഉള്ളവും കണ്ടുകൊണ്ട് കിടക്കുക. 38 കൊല്ലമായിട്ട് ഇവിടെ കിടന്ന് കാണുകടാ. ഇവിടെ ഒരു ദൂതൻ ഇറങ്ങുവിടാ, നിനക്കറിയാൻ വയ്യ. ഇവിടെ ഒരു ദൂതൻ വന്ന് കുളം കലക്കും, നിനക്കറിയാൻ വയ്യ. ആദ്യമായി ചെന്നിറങ്ങുന്നവൻ ആരായാലും ഏത് രോഗമുള്ളവനായും സൗഖ്യമാകും. വിശ്വാസക്കുറവ് നല്ലടാ, വിശ്വാസമുള്ളതുകൊണ്ടാ ഇവിടെ കിടക്കുന്നത്. പക്ഷെ അപ്പച്ച മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഈ മുൻപിൽ നിൽക്കുന്ന കൊച്ചൻ ഏതാണെന്നറിയാമോ? ആ ദൂതനെ പറഞ്ഞയക്കുന്ന, ആ ദൂതന്റെ യജമാനായി മുൻപിൽ നിൽക്കുന്നത്. പോയി കുളം കലക്കെന്ന് പറഞ്ഞ് ദൂതനെ പറഞ്ഞയക്കും ആ ദൂതന്റെ യജമാനൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്, ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഉണ്ട്. ആമേൻ. വാഴ്ചകളെ, അധികാരങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ചവൻ എന്നെ പറഞ്ഞയച്ചതാകയാൽ, ദൈവജനത്തെ പറഞ്ഞയച്ചതാകയാൽ, പഴയ നിയമഭക്തന്മാർ പോരാടിയത് വാഴ്ചകളോടും അധികാരങ്ങളോടും ആണെങ്കിൽ ഇന്ന് പകൽ കീഴടങ്ങേണ്ടത് കീഴടങ്ങ്. ഒരു ഡെലിഗേറ്റഡ് അതോറിറ്റി ദൈവജനത്തിൻ്റെ മേൽ തരുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതോറിറ്റിയുടെ കൈമാറ്റം ഈ ആഴ്ചകളിൽ നമ്മൾ അനുഭവിക്കും. 40 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ദയവായി എല്ലാവരും വരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും, കഴിവുള്ള എല്ലാവരും, അതിനുവേണ്ടി വിളിയുള്ളൊരു നിർബന്ധമായി. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിനും, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി കൃപാവരം വല്ലതും നിങ്ങൾക്ക് തരേണ്ടതിന്. വായിച്ച് കുറേ നോളജുമായി പോകാനല്ല, കേട്ട് സ്തോത്രം പറഞ്ഞിച്ച് പോകാനല്ല, പോകുമ്പോൾ കൃപാവരങ്ങൾ കൊണ്ടുപോകാൻ. ഇതൊക്കെ വ്യത്യസ്ത അനുഭവങ്ങളാണ്. സ്തോത്രം പറഞ്ഞു വെച്ച് പോകുന്നത് നല്ല കാര്യം, സ്തോത്രം പറയാതെ പോകുന്നതിനേക്കാൾ സ്തോത്രം പറഞ്ഞു വെച്ച് പോകുന്നതല്ലേ. ഒന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചേച്ച് പോകാനല്ല, അത് നല്ലത്. നൃത്തം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നൃത്തം ചെയ്ത് ആരാധിക്കുന്നത് നല്ലത്. അതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾക്ക് ടു ക്യാരി ബാക്ക്, തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ, തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ. സഭായോഗത്തിന് വന്നൊരു ദൈവകൃപ പ്രാപിച്ചവർക്കായി സ്തോത്രം. തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒന്നൊന്ന് കൊണ്ടുപോകാൻ, ഇങ്ങോട്ട് വന്ന പോലെയല്ല, അങ്ങോട്ട് പോകുമ്പോൾ ഒരല്പം കൂടെ ബലത്തിൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പല സ്ഥലങ്ങളിലും പിക്നിക്കിനും മറ്റും പോയിരുന്ന പഴയ കാലങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. പോകുമ്പോൾ ഒരു ബസ്സിനകത്ത് അല്ലെ ട്രാൻസ്പോർട്ടിനകത്ത്, കാറിനകത്ത് ഒത്തിരി സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഇടയില്ലാതെ വേണം പാക്ക് ചെയ്തൊക്കെ പോകും. പിക്നിക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റീഅറേഞ്ച്മെൻറ്റ് ഈസിയാണ്. കാര്യം ഭക്ഷിക്കാനുള്ളത് ഭക്ഷിച്ചു, കളയാനുള്ളത് കളഞ്ഞു, ലഗേജ് കുറച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇന്ന് ഇവിടുന്ന് പോകുന്നത് അങ്ങനെയല്ല, മാർക്കറ്റിൽ പോകുന്നവനെ പോലെ. അങ്ങോട്ട് പോകുമ്പോൾ അവൻ്റെ കയ്യിൽ സാധനങ്ങളില്ലായിരുന്നു,
പറയുന്നു, തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ടു ക്യാരി ബാക്ക്, എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകുവാൻ, ചിലത് കൊണ്ടുപോകുവാൻ ഇന്ന് പകൽ വാരി വിതറുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലെ ഉപവാസത്തിന് ശേഷം മടങ്ങിപ്പോകുമ്പോൾ ശക്തിയേറിയ ഇമ്പാർട്ടേഷനുകൾ നടക്കട്ടെ. കൃപാവരം വല്ലതും നിങ്ങൾക്ക് തരേണ്ടതിന്. എന്തിനാ? നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി. ഇല്ലെങ്കിൽ വീണുപോ മോനെ. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ജാതികൾ പറയുന്നത് കേൾക്കാം, അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വീണവൻ പറയുന്നത് കേൾക്കാം, അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കൃപയില്ലാത്തവൻ പറയുന്നത് കേൾക്കാം. ഇത് കേട്ട് വീണു പോകാതിരിക്കേണ്ടതിന്, നിങ്ങൾക്കൊരു സ്ഥിരീകരണം നടക്കേണ്ടതിന്, യേശുവിൻ്റെ നാമത്തിൽ ഒരു സ്ഥിരീകരണം നടക്കേണ്ടതിന്, കൃപാവരം വല്ലതും നിങ്ങൾക്ക് തരേണ്ടതിന് ഞാൻ അങ്ങോട്ട് വരിക. പൗലോസ് എന്താ ഈ പറയുന്നേ? അങ്ങ് വന്ന് കൈവച്ച കൃപാവരം വ്യാപരിക്കുമോ? വ്യാപരിക്കും. എന്താ ധൈര്യം? എന്നെ ആക്കിയത് അതിനാ. അത് തന്നെയാ ധൈര്യം. ചുരുക്കം ചില ആളുകൾ ഇന്ന് കുഞ്ഞിന് സ്കൂളിൽ ഫീസ് കൊടുക്കേണ്ടതാ, ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല പാസ്റ്ററെ, ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് ഇഞ്ഞു 1-2 പേരോട് അല്ലെ ചിലരോട് പറഞ്ഞിട്ടുണ്ട്, ഇതിലേ വാ. ആ വാക്കിൻ്റെ അർത്ഥം ഇന്ന് ഫീസ് കൊടുത്തിരിക്കുമെന്നാ. അതിലെ വരുന്നവരുടെ എല്ലാം കയ്യിൽ ഫീസുണ്ട്. ഞാൻ നിന്നോട് വരാനല്ലേ പറഞ്ഞത്, വാ, വന്ന് കഴിയുമ്പോൾ അറിയാം ഫീസ് ഉണ്ടോയെന്ന്. ഇന്ന് പകൽ തൻ്റെ കയ്യിൽ അധികാരമുള്ളവൻ, സ്തോത്രം, എന്തൊക്കെയോ ചില ഡയമെൻഷനുകളിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുക. തൻ്റെ കയ്യിൽ അധികാരമുള്ളവൻ, തൻ്റെ കയ്യിൽ കൃപാവരമുള്ളവൻ, എടുത്തു കൊടുക്കുവാൻ അർഹതപ്പെട്ട ശുശ്രൂഷകന്മാരെ അയക്കുന്നവൻ. പ്രൈസ് ദ ലോർഡ്. എല്ലാവരെ കൊണ്ടും എടുത്തു കൊടുക്കാൻ ഒക്കത്തില്ല. ദൈവിക ഓഫീസിൽ നിന്ന് പോയി വാങ്ങുവാൻ അധികാരമുള്ള ചിലർ, നിങ്ങൾ ചോദിക്കുന്നത് വാങ്ങിക്കൊള്ളുവാൻ അധികാരമുള്ള ചിലർ ഇന്ന് പകൽ ദൈവിക ഭണ്ഡാരത്തിൽ നിന്ന്, ഈ ആഴ്ചയിൽ ദൈവിക ഭണ്ഡാരത്തിൽ നിന്ന്, വരുന്ന 2 ആഴ്ചകളിൽ ദൈവിക ഭണ്ഡാരത്തിൽ നിന്ന് എടുത്ത് അർഹിക്കുന്നവർക്ക് കൊടുക്കുവാൻ, കൃപാവരമല്ലെന്ന് നിങ്ങൾക്ക് തരുവാൻ ഞാൻ അങ്ങോട്ട് വരികയാ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് വന്നു വാങ്ങേണ്ടവർ വന്നു വാങ്ങുവാൻ, കൊണ്ടുത്തരേണ്ടവർ കൊണ്ടുത്തരുവാൻ യേശുവിന്റെ നാമത്തിൽ സാഹചര്യങ്ങൾ മാറാം. തീമോഥെയോസിനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം. 1 തീമോഥെയോസിൽ പറഞ്ഞു, മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം. 1 തീമോഥെയോസ് 4:14-15 അത്. ഇവിടെ ഇരിക്കുന്ന അനേകരോട് ദൂതുണ്ട്. ഒരുപക്ഷെ ഈ ഹോളിനകത്ത് വെച്ചായിരിക്കാം ദൂത് ലഭിച്ചത്, ഈ ഓഡിറ്റോറിയത്തിൻ്റെ വെളിയിൽ വെച്ചായിരിക്കാം. ദൈവിക ആലോചന ലഭിച്ചവരെ, ആലോചനയുടെ പുറകിലുള്ളത് ദൈവമാണെങ്കിൽ താൻ വാക്കുമാറാത്തവനാ. നിങ്ങൾക്കൊരു തക്ക സാഹചര്യത്തിൽ തന്നേ പറ്റൂ. ഒരു സാഹചര്യം തപ്പിയിരിക്കുക. ചില സമയത്ത് ചില പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടൊക്കാതെ വരും. ഒരു വിവാഹത്തിന് ഞങ്ങളെ ക്ഷണിച്ചെന്നിരിക്കട്ടെ, എൻ്റെ കുടുംബത്തെ ക്ഷണിച്ചെന്നിരിക്കട്ടെ. കഷ്ടകാലത്തിന് അന്ന് വിവാഹത്തിന് പോയപ്പോൾ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ടുവരാൻ പറ്റിയില്ല. ഞാനും എൻ്റെ വൈഫും കൂടെ പറയും, അടുത്തൊരു ഒക്കേഷൻ വരട്ടെ, ഇന്നങ്ങോട്ട് കൊണ്ടൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ഒക്കത്തില്ല, ഒരു ഒക്കേഷൻ വരട്ടെ. ചിലതിനോടുള്ള പ്രവചന നിവൃത്തിക്ക് വേണ്ടി ഒക്കേഷൻ തപ്പിയിരിക്കുക തമ്പുരാൻ. മസ്യാര ദമനിക്കടു റാമസ്യാര. ചിലതിൻ്റെ മേൽ ചിലതെല്ലാം കൊടുക്കുവാൻ വാഗ്ദത്തമുള്ള ചിലത്, ഇന്ന് പകൽ വാഗ്ദത്തം ലഭിച്ച ദൈവവൈതലേ, വാഗ്ദത്തമുള്ള ചിലത് കൈമാറേണ്ടതിന് വേണ്ടി, ഒക്കേഷൻ കാത്തിരിക്കുന്ന ദൈവത്തിന് വേണ്ടി ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രസ്താവന അറിയിക്കട്ടെ, വന്നു വാങ്ങുക. ഓ സ്തോത്രം. ഞാൻ ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല, അവിടുന്ന് ഞാനങ്ങ് മാറുക. കർത്താവ് നമ്മെ നിൽക്കട്ടെ. അനേക കാര്യങ്ങൾക്ക് വേണ്ടി കൈവെക്കുന്ന രംഗങ്ങളുണ്ട്, നമുക്കും അതൊക്കെ ഉണ്ട്. ഞാനും കൈവെപ്പിനെ കുറിച്ചല്ല ഇന്നധികം പറയാൻ ഉദ്ദേശിക്കുന്നത്, വേറെ ചിലതിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ മേൽ ദൈവം തരുന്ന ആ അധികാരങ്ങൾ ഉപയോഗിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാം. ഈ ആഴ്ചയിൽ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അവരവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ നമുക്ക് എടുത്തേ പറ്റത്തുള്ളൂ, ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. 1 തീമോഥെയോസ് 4:15 നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന കൃപാവരങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. എൻ്റെ മേൽ പകർന്ന കൃപാവരം ഞാൻ വെറുതെ കളയത്തില്ല.
എൻ്റെ മേൽ പകരപ്പെട്ട കൃപാവരം ഞാൻ വെറുതെ കളയത്തില്ല, ഞാനത് ഉപയോഗിക്കുന്നവർക്കായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ വന്നവരുടെ എണ്ണം തീരെ കുറവാണ്. ഞാൻ ഈ സമൂഹവുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. അല്ല, സാധാരണ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരുടെ ഒരു 4 ഇരട്ടി കാണും ഇന്നലെ വന്നവർ. ഞാൻ അതല്ല പറഞ്ഞത്. കേരളത്തിലെ സഭകൾ എനിക്ക് പരിചയമുള്ളതാണ്, മലയാളി സഭകൾ പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ ആവറേജ് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരുടെ 4 ഇരട്ടി കാണും ഇന്നലെ വന്നത്. പക്ഷേ ചർച്ച് ബഥേലിൻ്റെ ആ മാനദണ്ഡത്തിൽ ഞാൻ പറയുക, ഇന്നലെ തീരെ കുറവാളുകളാണ് വന്നത്. ശക്തമായ ദൈവാലോചന ഉണ്ടായിരുന്നു. നാം ബലഹീനപ്പെട്ടു പോയ രംഗങ്ങളെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു. കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഗൗരവത്തെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു. നമുക്ക് കൃപാവരങ്ങളിൽ മടങ്ങി വരാം. ഈ ആഴ്ച അതിനുവേണ്ടി വേർതിരിക്കുവാൻ ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുക. വർഷങ്ങൾക്ക് പുറകിൽ 1984 85 പരിശുദ്ധാത്മാവ് ഒരു പ്രവാചകനിലൂടെ എന്നോട് പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്. പിച്ചാത്തി മുറിക്കുന്ന കത്തി മൂർച്ചയുള്ളതാണ്, പക്ഷേ കത്തിയെ മൂർച്ചപ്പെടുത്തുന്ന അരങ്ങൾ വേറെയാ. ഇതിനകത്ത് മൂർച്ചയുള്ളവർ പലരുണ്ട്. നമ്മെ മൂർച്ചപ്പെടുത്തുന്ന അരങ്ങൾ വേറെയാ. കത്തിയെ മൂർച്ചപ്പെടുത്തുന്ന അരങ്ങൾ, അതിന് പൊതുലോകത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. പക്ഷെ കത്തിയുടെ അടുക്കൽ വരുമ്പോൾ അരത്തിൻ്റെ വ്യത്യാസം അറിയാം. കത്തി കൊണ്ട്, അരം കൊണ്ട് ആർക്കും പ്രയോജനമില്ല. കൃപാവരങ്ങൾ കൊണ്ട് പൊതുലോകത്തിന് ഒരു ചൂക്കും സാധിക്കാനില്ല. പക്ഷെ മൂർച്ചയുള്ള ചില ആയുധങ്ങളുടെ അടുക്കൽ അരമെത്തി അതിൻ്റെ ജോലി തുടങ്ങുമ്പോൾ ആയുധം മനസ്സിലാക്കും, എന്നെ മൂർച്ചപ്പെടുത്തി. ഇന്ന് പകൽക്കാലം ഈ ദിവസങ്ങളിൽ ചില അരങ്ങളെ ഇവിടെ അയക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. വേറെ ഇതിൽ നിന്നെ മൂർച്ചപ്പെടുത്തുവാൻ സ്വർഗം അതിനെ ഉപയോഗിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു വലിയ പ്രവൃത്തി കർത്താവിന് വേണ്ടി ചെയ്യാം. എൻ്റെ സമയം തീരുന്നതിന് മുന്നമേ 1-2 കാര്യങ്ങളുടെ അതിവേഗത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു ഏഞ്ചാലിക് മിനിസ്ട്രി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം അയക്കുവാനും ദൂതന്മാരെ അയച്ചു ചിലത് ചെയ്യുവാനും കർത്താവ് നമ്മിൽ പ്രസാദിക്കട്ടെ. കർത്താവ് തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയക്കട്ടെ. ജനറൽ ഡെലിവറൻസസിന് വേണ്ടി ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും. പുറപ്പാട് പുസ്തകം 23 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്. അങ്ങനെയാണെങ്കിൽ വഴി നടത്തുന്ന ദൂതന്മാരുണ്ടായിരിക്കും. വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. വഴി തെറ്റിച്ച് കളയുന്ന 10,000 ശക്തികളുണ്ട്. വിളിക്കപ്പെട്ട ദൈവവൈതലേ, എന്നെയും നിങ്ങളെയും വിളിച്ചപ്പോൾ ഒരു വലിയ ദൈവിക ഉദ്ദേശത്തോടുകൂടെ വിളിച്ചു. വഴി തെറ്റിച്ച് കളയുന്ന ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾക്ക് ജീവിത വിശുദ്ധിയെക്കുറിച്ച് കേൾക്കുമ്പോൾ വേണ്ട എന്ന് തോന്നും. മാതാപിതാക്കളെ പോലും നിർബന്ധിച്ച് അവിടെ പോകരുത്. ദൈവിക ഉപദേശം 31, 32 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അതിൻ്റെ 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ദയവായി നോട്ട് ചെയ്താലും, മത്തായിയുടെ സുവിശേഷം 12 30 മുതൽ 33 വരെയുള്ള വാക്യം നോട്ട് ചെയ്താലും, തൽക്കാലം ഞാൻ 31, 32 മാത്രം വായിക്കട്ടെ. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. ക്ഷമിക്കപ്പെടാത്ത പാപമാണത്. പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്ത് നമ്മൾ തുടങ്ങിയത് എവിടുന്ന? പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. ഞാനൊരു ദൂതനെ നിൻ്റെ മുമ്പിൽ അയക്കും, അവനോട് വിഘടിക്കരുത്, അവൻ ക്ഷമിക്കയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ പോകുവാൻ എന്നെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഒക്കത്തുള്ളല്ലോ. ഞാൻ അവിടെ നിന്ന് നേരെ നിൽക്കുന്നില്ല. ഒരുപാട് വാക്യങ്ങൾ ഇതേ കാര്യം തന്നെ എടുത്തു പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 28, 29 ഈ കാര്യം പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 12:10 ഇതേ കാര്യം തന്നെ എടുത്തു പറഞ്ഞു. ഈ ഏലിയുടെ വീട്ടിലോട്ട് തിരിയുമ്പോൾ, ഏലിയുടെ ഭവനത്തിലേക്ക് തിരിയുമ്പോൾ, ഞാനിതിനു മുമ്പ് ഇവിടെ തൊട്ടിട്ടുണ്ട്, ഏലിയും തൻ്റെ മക്കളും ദൈവസന്നിധിയിൽ കാണിച്ചു വെച്ച അപരാധത്തിന് യാഗത്താലോ മറ്റെന്തിനാലോ പ്രായശ്ചിത്തമില്ല. ഒന്ന്, അവൻ അധികാര ദുർവിനിയോഗം നടത്തി. പുരോഹിതന്മാരെന്ന സാഹചര്യത്തിൽ അവർക്കുള്ള അധികാരമാണ് വരുന്ന ജനത്തെ യോഗ്യമായി നോക്കണം, യോഗ്യമായി നടക്കണം. അവർ ജനത്തെ കെട്ടഴിച്ചു വിട്ടു. അവനുള്ള കടമയാണ് യാഗവസ്തുക്കളുമായി വരുന്നവർക്ക് വേണ്ടി യാഗം യോഗ്യമായി നടത്തുക. അവൻ പറഞ്ഞു, യാഗവസ്തുക്കൾ കൊണ്ടുവന്നവൻ യാഗപീഠത്തിന്മേൽ കയറി അവർ തന്നെ യാഗം കഴിക്കട്ടെ.
എൻ്റെ കടമയിൽ നിന്ന് മാറി നിന്നു. മാത്രവുമല്ല, അവന് കൊടുക്കേണ്ട ഓഹരി അവന് ലഭിക്കേണ്ടതാണ്. എന്നാൽ അവന് ലഭ്യമല്ലാത്തതും കൂടെ, ലഭിക്കരുതാത്തതും കൂടെ പിടിച്ചു വാങ്ങുന്ന ഒന്ന്. അവിടെ വരുന്ന സ്ത്രീകളെ മലിനപ്പെടുത്തിയ ചരിത്രം. ഇത് മൂന്നും കണ്ടുകൊണ്ട് ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ പദമാണ്. ഞാൻ ഇന്നതിന് എടുക്കുന്നില്ല, ഇനി ഒത്തിരി വിശദമായിട്ട് എടുക്കാനുണ്ട്. ദൈവം ഒരു അധികാരം ഒരാൾക്ക് ഏൽപ്പിച്ചാൽ ഒന്ന് സൂചിപ്പിച്ചേക്കാം. ദൈവം പണ്ടൊരിക്കൽ ലേവി കുടുംബത്തിന് ഈ പൗരോഹിത്യത്തിൻ്റെ അവകാശം ഏൽപ്പിച്ചു. ലേവി പൗരോഹിത്യം നിത്യപൗരോഹിത്യമായിരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം അതിൽ നിന്ന് അനുദപിക്കാൻ പാടില്ലാത്തതാ, അങ്ങനെ എൻ്റെ തോന്നൽ. തുടർന്ന് അഹരോൻ്റെ കാലത്ത് ഇത് ഉറപ്പിച്ചതിനപ്പുറത്ത് അനന്തര തലമുറകൾക്ക് വേണ്ടി തൻ്റെ ബദാം വൃക്ഷത്തിൻ്റെ കമ്പ് പൂത്ത് കായ്ച്ച് അത് തെളിയിച്ചു. വീണ്ടും അവരുടെ കൊച്ചുമക്കളിൽ ഒരാൾ ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് ദോഷം കാണിച്ചവനെ അവനെ കൊണ്ടുവന്ന വിദേശിയായ ഭാര്യ സഹിതം കുത്തിക്കൊന്ന സാഹചര്യത്തിൽ ദൈവം പിന്നെയും പറഞ്ഞു, ഇവൻ കാണിച്ച തീഷ്ണത നിമിത്തം പൗരോഹിത്യം ആ കുടുംബത്തിൽ നിന്ന് മാറത്തില്ലെന്ന് ഞാൻ സത്യം ചെയ്തു പറയുന്നു. 3 പ്രാവശ്യം സത്യം ചെയ്ത് പറഞ്ഞിടത്താണ് ഏലി എന്ന ഒരുത്തനും അവൻ്റെ 2 മക്കളും ചേർന്ന് ദൈവത്തെ അനുതാപത്തിലേക്ക് കൊണ്ടുവന്നത്. ഏലിയും മക്കളും ദൈവസന്നിധിയിൽ പാപം ചെയ്തതോടെ കർത്താവ് പറഞ്ഞു, പൗരോഹിത്യം നിങ്ങളിൽ നിന്ന് കീറിയിരിക്കുന്നു, മേലാൽ അങ്ങനെ ആകത്തില്ല. അവൻ ചെയ്ത പാപത്തിന് യാതൊരു ശിക്ഷയുമില്ല. ഇനി 2, ഞാൻ ഉപവാസ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുക. ഫോർ എവർ ലേവി കുടുംബത്തിന് രക്ഷയില്ല, ക്ഷമയില്ല. പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്തവന് മേലാൽ ക്ഷമയില്ല. 3, യെശയ്യാവിൻ്റെ പുസ്തകം 22:12 മുതൽ 14 വരെ. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടെടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളയെ അറുക്കുക, ആടറുക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെയായിരുന്നു. സൈന്യങ്ങളുടെ യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നത്, നിങ്ങൾ മരിക്കും വരെ ഈ ആകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? പഴയ നിയമത്തിൽ നിന്നാ. ഉപവസിക്കുവാൻ വിളിച്ചപ്പോൾ, രട്ടെടുക്കുവാൻ വിളിച്ചപ്പോൾ, വിലപിക്കുവാൻ വിളിച്ചപ്പോൾ, കരയുവാൻ വിളിച്ചപ്പോൾ, ഇതാണ് കാളയറുക്കേണ്ട സമയം, ഇതാണ് തിന്നുകുടിക്കേണ്ട സമയം. നാളത്തേക്ക് കാത്തിരുന്നാൽ അവസരം കിട്ടത്തില്ല, ചത്തുപോകും. അതുകൊണ്ട് ഇന്ന് ഉപവാസത്തിന് വരുന്നില്ല. ദൈവം വിളിച്ചയിടത്ത് വരുന്നില്ല. ഉപവാസം എന്നാണ് ഞാൻ ഒരല്പം കൂടെ മോഡിഫൈ ചെയ്തോട്ടെ, എൻ്റെയായി, ദൈവവചനമല്ല, എൻ്റെയായി മോഡിഫൈ ചെയ്തോട്ടെ. എനിക്ക് കൺവീനിയൻ്റായി വേറെ ചിലത് അർജൻറ്റായതുകൊണ്ട് അതിന് പോകട്ടെന്ന് വിചാരിച്ചാൽ കർത്താവിന് പറവാനുള്ളത്, ഒരു കാലത്തും ഇത് ക്ഷമിക്കപ്പെടുന്നതല്ല. കർത്താവ് നിങ്ങളെ വിളിക്കുന്ന സമയം ദൈവത്തിൻ്റെ സമയമനുസരിച്ച് വരുന്നവർക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് ചോദിച്ച പലരുണ്ട്. ഇല്ലാത്ത സമയം ഉണ്ടാക്കിയാണ് പലർക്കും അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്. കറക്റ്റ് സമയത്തിന് ആൾ വരത്തില്ല. എന്നിട്ട് അന്നേരത്ത് വേറൊരു അർജൻറ്റ് കോൾ വന്ന് പാസ്റ്ററെ അതിന് പോയി, ഞാനിപ്പോൾ വന്നിരിക്കുക, പ്രാർത്ഥിക്കാമോ? ഞാൻ വന്നതായ കൊണ്ട് പ്രാർത്ഥിച്ച് വിട്ടേക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആത്മാർത്ഥത അല്ല മേലാലും അല്ലായിരിക്കും. വന്നതുകൊണ്ട് പ്രാർത്ഥിച്ച് വിട്ടിട്ടുണ്ട്. ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, വെല്ലൂരെ ഡോക്ടർ ഒരു അപ്പോയിൻമെൻറ്റ് തന്നപ്പോൾ അർജൻറ്റ് കോളിന് ആരും പോയിട്ടില്ലല്ലോ. എടോ, അതിനേക്കാൾ താഴെയാണോ ദൈവം? വെല്ലൂരിൽ നിന്നൊരു ഡോക്ടർ ഒരു അപ്പോയിൻമെൻറ്റ് തന്നു ഇന്ന സമയത്ത് വരാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ. അന്നൊരു അർജൻറ്റ് കോള് വന്നതിന് പോയതാ. ദൈവത്തിന് ഇത്രയും വിലയില്ലേ? ഞാൻ വിളിച്ചപ്പോൾ വരാത്തത്, ഞാൻ അരുളി ചെയ്തപ്പോൾ അനുസരിക്കാത്തത്, പലതും ദൈവത്തിനൊരു ടൈം ഫ്രെയിമുണ്ട്. ആ ടൈം ഫ്രെയിമിനുള്ളിൽ ഒതുങ്ങാത്തത് ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. അനുസരിക്കാത്തതിനെ ഒരു കാലത്തും ക്ഷമിക്കാതെ കർത്താവ് ശിക്ഷിക്കുന്നതായി കാണാം. അടുത്തത് ശുദ്ധീകരണം ഏറ്റെടുക്കാതിരിക്കുന്നത് ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം 24-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ, നിന്റെ മലിനമായ ദുർമര്യാദ നിമിത്തം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിട്ടും നീ ശുദ്ധമാകാതിരിക്കുകയാൽ ഞാൻ എൻ്റെ ക്രോധം നിൻ്റെ മേൽ തീർക്കുവോളം ഇനി നിൻ്റെ മലിനത നീങ്ങി നീ ശുദ്ധമായി തീരുകയില്ല. ഞാൻ നിന്നെ ശുദ്ധീകരണത്തിന് വിളിച്ചു. എന്തുകൊണ്ടാ? നിൻ്റെ മലിനമായ ദുർമര്യാദ നിമിത്തം. നിനക്കൊരു ദുർമര്യാദയായിപ്പോയി. ഞാനൊരു വ്യക്തിയോടല്ല പറയുന്നത്, ഒറ്റ വ്യക്തിയെ വിട്ടേച്ചുമല്ല, ബാധകമാർക്കൊക്കെയാണോ ആ സകലരോടും.
ഞാൻ നിന്റെ ദുർമര്യാദ നിമിത്തം ശുദ്ധീകരണത്തിന് നിന്നെ വിളിച്ചു. നിന്റെ മര്യാദകൾ മാറ്റി, നിന്റെ പാറ്റേണുകൾ മാറ്റി, കൾച്ചർ മാറ്റി, സംസ്കാരം മാറ്റി എൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കുക. നിന്റെ മലിനമായ ദുർമര്യാദകൾ നിമിത്തം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിട്ടും നീ ശുദ്ധമാകായികയാൽ ഞാൻ എൻ്റെ ക്രോധം നിന്റെ മേൽ തീർക്കുവോളം ഇനി നിന്റെ മലിനത നീങ്ങി നീ ശുദ്ധമായി തീരുകയില്ല. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, അത് സംഭവിക്കും, ഞാനത് അനുഷ്ഠിക്കും. ഞാൻ പിന്മാറുകയില്ല, ആദരിക്കയില്ല, സഹതപിക്കുകയുമില്ല. നിന്റെ നടപ്പിനും ക്രിയകൾക്കും തക്കവണ്ണം അവർ നിന്നെ ന്യായം വിധിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അടുത്തത്, മനഃപൂർവ്വമായി പാപം ചെയ്താൽ ക്ഷമിക്കപ്പെടുകയില്ല. പിന്മാറ്റം ക്ഷമിക്കപ്പെടുകയില്ല. ഞാൻ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തോട് അടുത്തിരിക്കുന്ന ജനമേ, ഒരു കൂട്ടം കുടിയന്മാരെ നീക്കിയ ശേഷം പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരെ ശുശ്രൂഷ ഏൽപ്പിച്ചതുപോലെ ഇന്ന് പകൽ നമ്മെ ശുശ്രൂഷ ഏൽപ്പിക്കാൻ കർത്താവ് വിളിച്ച കാലഘട്ടം. അതിനുവേണ്ടി ദൈവം ഓപ്പൺ ചെയ്തിരിക്കുന്നൊരു വിൻഡോ. ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എൻ്റെ ചിന്തയല്ല, പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടതാണ്. എനിക്കത് പരസ്യമായി പറയാൻ ഭയമായിരുന്നു. കാര്യം സഭയിൽ മിക്കവരും ബിസിയാണ്. പലവരും അവരുടെ സെക്യുലർ വേലകളിൽ ചെയ്തേ പറ്റൂ, എനിക്ക് നന്നായി അറിയാം. ആ സാഹചര്യത്തിൽ 40 ദിവസം മാറിയിരിക്കാൻ പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. അപ്പോഴാണ് ഒന്നിനു പുറകെ ഒന്നായി ഞാൻ ഉപവാസമാണ്, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു. ഈ പറഞ്ഞവരൊന്നും എൻ്റെ അടുക്ക വന്ന് സഭ ഉപവസിക്കാൻ പറഞ്ഞില്ല. ഒരാൾ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, പാസ്റ്ററെ 40 ദിവസം ഉപവസിക്കാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ ഉപവാസമാണ്. ഞാൻ ചോദിച്ചു, ബ്രദറെ നിനക്ക് ജോലിയില്ലേ? അതൊക്കെ ഞാൻ ചെയ്തോളാം. സഹോദരി, നിന്നെ കൊണ്ട് ഒക്കുമോ? ഈ സാഹചര്യത്തിൽ ഞാൻ ചെയ്തോളാം. 1, 2, 3, 4, 5, 10 നാളുകൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പരസ്യമായി ഇവിടെ ഇത് പുട്ടപ്പ് ചെയ്തത്. സഭ അത് അംഗീകരിച്ചതിനായി സ്തോത്രം. ഇറ്റ്സ് എ ഡിവൈൻ സ്ലോട്ട്. പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ഒരു വിൻഡോയാ. ഒടുവിലത്തെ 2 ആഴ്ച മാത്രമേ ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. എല്ലാവരും കൂടെ എല്ലാ ആരാധനയ്ക്കും വരാൻ ഞാൻ പറഞ്ഞില്ല, ഇരിക്കാൻ നമുക്ക് സ്ഥലമില്ല. എന്നാൽ ഒക്കുന്നവർ, കഴിയുന്നവർ, പരിശുദ്ധാത്മാവ് ഇടപെടുന്നവർ നിങ്ങൾക്കുള്ള സകലതും വിട്ട്. പണ്ടൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്ന ഒരു പദമുണ്ടായിരുന്നു. റോയൽ എയർഫോഴ്സിൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് റോയൽ എയർഫോഴ്സിൽ മെസ്സിനകത്ത് ഓഫീസേഴ്സ് മെസ്സിലൊരു പാർട്ടി വെച്ചാൽ എല്ലാ ഓഫീസേഴ്സിനും കിട്ടുന്ന ഒരു കത്തുണ്ട്. ഫോർഗോയിങ് യുവർ പ്രീവിയസ് അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് എൻഗേജ്മെൻറ്റ്സ് ഇഫ് എനി, യു ആർ ഡീംഡ് ടു അറ്റൻഡ് ദി പാർട്ടി ഇൻ ദ മെസ്, ഫോർ the queen is interested in inviting you.